ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 228. യഹൂദന്മാർ ദൈവത്തിൻ്റെ രക്ഷ തിരസ്കരിക്കുന്നു എന്ന് കണ്ടപ്പോൾ പൗലോസ് അവരോട് കഠിനമായി ഏതാനും വാക്കുകൾ പറഞ്ഞുകൊണ്ട് ജാതികളോട് ചേരുന്നതാണ് ഇവിടെ 26 മുതൽ 28 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു അന്ത്യശാസനമായിരുന്നു. യഹൂദന്മാരോടുള്ള ഏറ്റവും ഒടുവിലത്തെ വാക്കുകളും. അതെ, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും, കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിൻ്റെ അടുക്കൽ പോയി പറക എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. ആകയാൽ ദൈവം തൻ്റെ ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു, അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. അതെ, ഇതേ വാക്കുകൾ തന്നെ അപ്പോസ്തലപ്രവൃത്തി 13:46 പൗലോസ് പറയുമ്പോൾ ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു എന്നിങ്ങനെ അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ 18:6 ഇനി മേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്ന് പൗലോസ് പറയും. ഇപ്പോൾ റോമിൽ വെച്ചും ഏഷ്യ മൈനറിലും ഗ്രീസിലും ഇറ്റലിയിലും താൻ ഈ വാക്കുകളോടെ യഹൂദന്മാരുടെ വിട പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൗലോസിൻ്റെ മറ്റൊരു ജയിൽ ജീവിതം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരു പടയാളിയുടെ ഇടത് കൈയിനോട് പൗലോസിൻ്റെ വലത് കൈ ചേർത്ത് ബന്ധിച്ചിരിക്കുന്നു. റോമിലെ സഹോദരന്മാർക്ക് മുമ്പ് പൗലോസ് റോമർ 1:15 ഇങ്ങനെ പറയുന്നു: അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അത് സാധിച്ചു. ഒരു ബന്ധനസ്ഥനായി, അതെ, ഈ അവസ്ഥയിലും പൗലോസ് എന്ത് ചെയ്തു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 28:29-30 വാക്യങ്ങൾ. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തൻ്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഉപദേശിച്ചും പോന്നു എന്നത്രേ. അപ്പോസ്തല പ്രവൃത്തികൾ അവസാനിക്കുമ്പോൾ പൗലോസിനെ ഈ റോമിലെ വാടക വീട്ടിലാണ് കാണുന്നത്. പല സുവിശേഷകന്മാരും തങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഈ നിലയിൽ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടായിരിക്കും തങ്ങളുടെ ശുശ്രൂഷ നിർവഹിക്കുന്നത്. ഈ വാടക വീട്ടിൽ പൗലോസ് 2 വർഷം താമസിക്കുകയും തന്നെ സമീപിച്ചവരോടെല്ലാം യേശുക്രിസ്തുവിനെക്കുറിച്ച് വ്യക്തമായി അറിയിക്കുകയും ചെയ്തു. അങ്ങനെ കൈസരുടെ അരമനയിൽ പോലും പലരും ക്രിസ്തുവിനെ അറിയുന്നവരായി തീർന്നു. ഓരോ ദിവസവും പൗലോസിന് കാവലായി വരുന്ന പടയാളികളോട് സുവിശേഷം അറിയിക്കുവാനുള്ള ഭാഗ്യം ഇങ്ങനെ പൗലോസിന് ലഭിച്ചു. അതിൻ്റെ ഫലമായി വളരെയേറെ റോമൻ പടയാളികൾ ക്രിസ്തീയ വിശ്വാസികളായി തീരുവാൻ ഇടയായി. കൊട്ടാരത്തിലും ചിലർ ക്രിസ്തുവിനെ കണ്ടെത്തി. അങ്ങനെ റോമിലും സുവിശേഷം അറിയിക്കണമെന്നുള്ള പൗലോസിൻ്റെ ആഗ്രഹം ഇങ്ങനെ സഫലമായി കൊണ്ടിരിക്കുന്നു. ലൂക്കോസ് തൻ്റെ ചരിത്രം ഇവിടെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ഈ 2 വർഷത്തിനുള്ളിലായിരിക്കാം ലൂക്കോസ് തൻ്റെ ഗ്രന്ഥരചന പൂർത്തീകരിച്ചത്. ഒരു പക്ഷേ അത് പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടി ആകാം താൻ യെരുശലേമിലേക്ക് പെട്ടെന്ന് മടങ്ങിപ്പോയത്. അതുകൊണ്ടാവാം അപ്പോസ്തല പ്രവൃത്തികളിൽ ഈ 28 അധ്യായങ്ങൾ കൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നത്. എന്നാൽ ഈ മഹാനായ പൗലോസിന് പിന്നെന്ത് സംഭവിച്ചു? ഈ 2 വർഷക്കാലം പൗലോസ് എന്ത് ചെയ്തു? യഹൂദയിൽ നിന്ന് വാദികൾ വന്ന് ചേർന്നോ? വിസ്താരം നടന്നോ? അങ്ങനെയാണെങ്കിൽ എന്നായിരിക്കും അതെങ്ങനെയായിരിക്കും നടന്നത്? കേസിൻ്റെ വിധി എങ്ങനെയായി തീർന്നിരിക്കും? താൻ വിമുക്തനായോ അതോ വധശിക്ഷ കൊടുത്തോ? ഇങ്ങനെ ഒരു ഉത്തരവും അപ്പോസ്തലരുടെ ഒടുവിൽ നാം കാണുന്നില്ല. അതിന് പല കാരണങ്ങളും പലരും പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതെല്ലാം അഭ്യൂഹമായി നിലനിൽക്കുന്നു. 2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. ഒന്ന്, ലൂക്കോസിൻ്റെ ചരിത്രത്തിൻ്റെ 2 വാല്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഒന്ന് ലൂക്കോസിൻ്റെ സുവിശേഷവും മറ്റൊന്ന് അപ്പോസ്തല പ്രവൃത്തികളും. ഒരു ചരിത്രകാരന് വേണ്ടുന്നത് ഇനിയും എഴുതാമായിരുന്നിരിക്കാം ഒരു പക്ഷേ 3ാമത്തൊരു വാല്യം. എന്നാൽ അതെന്തുകൊണ്ടോ നടന്നില്ല. എന്നാൽ മറ്റൊന്ന്, ലൂക്കോസ് തൻ്റെ ചരിത്ര രചനാ ലക്ഷ്യം നേടിക്കഴിഞ്ഞു. ക്രിസ്തീയ സന്ദേശം യെരുശലേമിൽ നിന്ന് റോം വരെ എത്തിയ വിധം വിവരിക്കുക എന്ന് മാത്രമായിരുന്നു.